ഹായ് മിടുക്കന്മാരെ, മിടുക്കികളെ, ലേൺ വിത്ത് അസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഇന്ന് ചർച്ച ചെയ്യുന്നത് CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിന് നിർബന്ധമായും പഠിക്കേണ്ട ചില ചോദ്യോത്തരങ്ങളാണ്. അതെ, ഇതില് ജനറൽ നോളജിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ശരിയാണ്. ഒരു 40% കറന്റ് അഫയേഴ്സ് വരുന്നുണ്ട്. പിന്നെ 60% കേരളം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, പക്ഷികൾ, അങ്ങനെ പലതും. കൂട്ടത്തിൽ കുറച്ച് തമാശയൊക്കെ ആവാമല്ലേ? തീർച്ചയായും. എന്തായാലും സ്കോളർഷിപ്പ് നേടാൻ റെഡിയല്ലേ? അപ്പോ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ വീഡിയോക്കൊരു ലൈക്ക് കൊടുക്കണം. എന്നിട്ട് ഞന്നാ കൂടെ കൂടിക്കോ, നമുക്ക് ഒരുമിച്ച് പഠിച്ച് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം ഇതാ വരുന്നു. സമകാലിക വിവരങ്ങളിലെ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പൊ നമുക്ക് ഓരോന്നായി നോക്കാം. ശരി. ഒന്നാമത്തെ പ്രസ്താവന, പാരീസ് ഒളിമ്പിക്സിൽ മനു ഭാക്കർ 2 വെങ്കല മെഡലുകൾ നേടി. അത് ശരിയാണല്ലോ അല്ലേ? അതെ, അത് ശരിയായ പ്രസ്താവനമാണ്. മനു ഭാക്കർ 2 വെങ്കലം നേടിയിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തേത്, നീരജ് ചോപ്രയ്ക്ക് ഇന്ത്യൻ സൈന്യത്തിൽ ഓണററി മേജർ പദവി ലഭിച്ചു. ഇവിടെയാണ് ഒരു ചെറിയ പ്രശ്നം, ഒരു തിരുത്തുണ്ട്. ഓ, അദ്ദേഹത്തിന് ലഭിച്ചത് ഓണററി മേജർ പദവിയല്ല, ശരിക്കും അത് ലഫ്റ്റനന്റ് കേണലാണ്. ഓ, ശരി. അപ്പോ ഈ പ്രസ്താവന തെറ്റാണ്. അതെ, ഇത് തെറ്റാണ്. ഇനി മൂന്നാമത്തേത്, കേരളം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടത് 2025 നവംബർ 1-നാണ്. അത് ശരിയാണ്, ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ. നാലാമത്തേത്, 2025 ഏഷ്യ കപ്പ് 2020 കിരീടം പാകിസ്ഥാൻ നേടി. അയ്യോ, അതെങ്ങനെ ശരിയാകും? അത് തെറ്റാണല്ലോ. കറക്റ്റ്. കപ്പ് നേടിയത് നമ്മുടെ ഇന്ത്യയാണ്. അതെ. അപ്പോ രണ്ടാമത്തെയും നാലാമത്തെയും പ്രസ്താവനകൾ തെറ്റാണ്. അപ്പോ ഓപ്ഷനുകളിൽ നോക്കിയാൽ ഉത്തരം എ 2, 4. കൊള്ളാം. ഗംഭീരം. അടുത്തത് ഒരു റോക്കറ്റ് പോലെ നമുക്ക് ബഹിരാകാശത്തേക്ക് പോകാം. പോകാം. ബഹിരാകാശത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏവ? ശരി. ഒന്നാമത്തെ പ്രസ്താവന, ഗഗൻയാൻ ദൗത്യത്തിൽ ഉൾപ്പെട്ട മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. അത് 100% ശരിയല്ലേ? നമ്മുടെയെല്ലാം അഭിമാനമാണ്. തീർച്ചയായും ശരിയാണ്. ഇനി രണ്ടാമത്തേത്, ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത ഭാഗം ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടുന്നു. അതും ശരിയാണ്, നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചതാണ്. അതെ. അടുത്തത്, നിലവിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴമാണ്. ഇതിലാണ് എനിക്കൊരു സംശയം. മുൻപ് അങ്ങനെ ആയിരുന്നില്ലേ? അതെ, മുൻപ് ശരിയായിരുന്നു. പക്ഷേ ഇപ്പോഴല്ല. ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങൾ അനുസരിച്ച് ശനിക്കാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ, സാറ്റേൺ. ഓ, അപ്പോ ഇത് തെറ്റായ പ്രസ്താവനയാണ്. അതെ. ഇനി നാലാമത്തേത്, ISRO ആസ്ഥാനം ചെന്നൈയിലാണ്. അല്ല, അത് ബംഗളൂരുവിലല്ലേ? അങ്ങനെ തന്നെ, ബംഗളൂരുവിലാണ്. അപ്പോ അതും തെറ്റാണ്. അപ്പോ ശരിയായത് 1, 2 മാത്രം. ഉത്തരം ഓപ്ഷൻ ബി. നമ്മൾ ബഹിരാകാശത്തും എത്തി. ഇനി കുറച്ച് ചരിത്രം പഠിച്ചാലോ? സ്വാതന്ത്ര്യ സമര നേതാക്കളെക്കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ ഏവ? നോക്കാം. ഒന്നാമത്തത്, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡുവാണ്. അത് വളരെ ശരിയാണ്, നമ്മൾ കൊച്ചു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. അതെ. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് 1885 A.O. ഹ്യൂമാണ്. അതും ശരിയായ ചരിത്രമാണ്. ശരിയാണ്. ഇനി മൂന്നാമത്തേത്, ബാലഗംഗാധര തിലകൻ ഡൽഹി ചലോ എന്ന മുദ്രാവാക്യം നൽകി. ഒരു മിനിറ്റ്, ഡൽഹി ചലോ തിലകന്റെതാണോ? എനിക്കൊരു സംശയം. അല്ല, ആ മുദ്രാവാക്യം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റേതാണ്. അപ്പോ ഇത് തെറ്റാണ്. ശരി. നാലാമത്തേത്, ഗാന്ധിജി ജനിച്ചത് പശ്ചിമ ബംഗാളിലാണ്. അയ്യോ, അത് വലിയ തെറ്റാണല്ലോ. അതെ, ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദറിലാണ്. അപ്പോ ഇവിടെയും ആദ്യത്തെ 2 മാത്രമാണ് ശരി. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി 1, 2. കറക്റ്റ്. നമ്മുടെ സ്വന്തം കേരളത്തിലെ നദികളെക്കുറിച്ചാണ് അടുത്ത ചോദ്യം. റെഡിയല്ലേ? എപ്പോഴും റെഡി. ശരി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് ഭവാനി, കബനി, പാമ്പാർ. ഇത് ശരിയാണ്. ഈ 3 നദികളും കിഴക്കോട്ടാണ് ഒഴുകുന്നത്, ബാക്കിയുള്ളവ പടിഞ്ഞാറോട്ടും. കൊള്ളാം. രണ്ടാമത്തേത്, പമ്പാ നദി ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നു. അതും ശരിയാണ്. ശബരിമലയിലൂടെ ഒഴുകുന്നതുകൊണ്ടൊക്കെ ആവാം ആ പേര്. ശരിയാണ്. അടുത്തത്, കേരളത്തിലെ നദികളുടെ എണ്ണം 41 ആണ്. ഇവിടെ ഒരു ചെറിയ തിരുത്തുണ്ട്. നമ്മൾ പഠിക്കുന്നത് 44 നദികളെന്നാണല്ലോ. അതെ, 44 നദികളാണ്. അപ്പോ ഇത് തെറ്റ്. നാലാമത്തേത്, ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് സൈലന്റ് വാലിയിൽ നിന്നാണ്. ഇത് ശരിയാണോ? അല്ല, ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ്.
അപ്പോ ഇതും തെറ്റാണ്. അപ്പൊ വീണ്ടും 1ഉം 2ഉം ശരി. ഉത്തരം ഓപ്ഷൻ എ. അതെ. ഇനി നമുക്ക് കിളികളുടെ ലോകത്തേക്കൊന്ന് പറന്നുപോയാലോ? പോകാം. പക്ഷികളെയും പ്രകൃതിയെയും കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ ഏവ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യയുടെ പക്ഷിമനുഷ്യൻ ഡോക്ടർ സലീമലിയാണ്. തീർച്ചയായും അതിലാർക്കും സംശയമുണ്ടാവില്ല. ശരിയാണ്. രണ്ടാമത്തേത്, കഴുകന്മാരുടെ നാശത്തിന് കാരണമായ മരുന്ന് ഡൈക്ലോഫെനാക്കാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതും ശരിയാണ്. അതെ, വളരെ ശരിയായ ഒരു പോയിന്റാണ്. മൂന്നാമത്തേത്, പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. അതും ശരി. ശരിയാണ്. ഇനി നാലാമത്തേത്, ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ പറക്കുന്ന പക്ഷി മയിലാണെന്ന് കരുതപ്പെടുന്നു. മയിലാണോ? എനിക്കെന്തോ. അല്ല, അത് തെറ്റാണ്. കോറി ബസ്റ്റാർഡ് എന്ന പക്ഷിയാണ് ഏറ്റവും ഭാരമുള്ള പറക്കുന്ന പക്ഷി. മയിലിന് നന്നായി പറക്കാൻ കഴിയില്ലല്ലോ. ശരിയാണ്. അപ്പോഴാദ്യത്തെ 3 ശരിയാണ്. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ എ. വീണ്ടും ഗാന്ധിജിയെക്കുറിച്ചുള്ള ചോദ്യം. ചോദ്യം 6. ഗാന്ധിജിയെ സംബന്ധിച്ച് ശരിയായ വസ്തുതകൾ ഏവ? പ്രസ്താവന 1. ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹം നടത്തിയത് ദക്ഷിണാഫ്രിക്കയിലാണ്. ഇത് ശരിയാണ്. ഇന്ത്യയിൽ വരുന്നതിന് മുമ്പായിരുന്നു അത്. രണ്ടാമത്തേത്, 1942 ഓഗസ്റ്റ് 8-നാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത്. ഇതും ശരിയാണ്. സ്വാതന്ത്ര്യ സമരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണത്. പ്രസ്താവന 3. ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷനായ സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. ഇത് തെറ്റാണ്. ഗാന്ധിജി അധ്യക്ഷനായത് വേറൊരു സമ്മേളനത്തിലാണ്. അതെ. നാലാമത്തേത്, ഗാന്ധിജിക്ക് നേതാജി എന്ന പേര് നൽകിയത് ടാഗോറാണ്. ഇതും തെറ്റാണ്. നേതാജി എന്ന് വിളിക്കുന്നത് ഗാന്ധിജി അല്ലല്ലോ. അല്ല. ഇവിടെ 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരി. അതെ. ഗാന്ധിജി അധ്യക്ഷനായത് 1924-ലെ ബെൽഗാം സമ്മേളനത്തിലാണ്. നേതാജി എന്ന് വിളിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസിനെയാണ്. അടുത്തത് നമ്മുടെ സ്വന്തം കേരളത്തെക്കുറിച്ച്. ചോദ്യം 7. കേരളത്തെക്കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ ഏവ? പ്രസ്താവന 1. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. ഇത് ശരിയാണ്. പ്രസ്താവന 2. വയനാട് ജില്ലയിലാണ് കേരളത്തിലെ ഏക ചിത്രശലഭ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയ തിരുത്തുണ്ട്. ചിത്രശലഭ സങ്കേതം തെന്മലയിലാണ്. അത് കൊല്ലം ജില്ലയിലാണ്. അപ്പൊ ഈ പ്രസ്താവന തെറ്റാണ്. ഓ ശരി. അപ്പോ അതൊരു തെറ്റായ പ്രസ്താവനയാണ്. മൂന്നാമത്തേത്, കേരളത്തിലെ ഏക കപ്പൽ നിർമ്മാണശാല കൊച്ചിയിലാണ്. ഇത് ശരിയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ്. നാലാമത്തേത്, ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂരാണ്. ഇതും ശരിയാണ്. അപ്പോ 1ഉം 3ഉം 4ഉം ശരിയാണ്. രണ്ടാമത്തേത് തെറ്റാണ്. അതെ. ചോദ്യം 8. കമ്പ്യൂട്ടറും വിവരസാങ്കേതികവിദ്യയും കുറിച്ചുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവന 1. വിദ്യാലയങ്ങളിലെ ICT പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കൈറ്റ് എന്നാണ്. ഇത് ശരിയാണ്. നിങ്ങളുടെ സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമൊക്കെ കൈറ്റിന്റെ ഭാഗമാണ്. പ്രസ്താവന 2. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നതാണ് KITയുടെ പൂർണ്ണരൂപം. ഇതും ശരിയാണ്. ഈ പൂർണ്ണരൂപം പഠിച്ചു വെക്കണേ. പ്രസ്താവന 3. അടുത്ത വരിയിലേക്ക് പോകാൻ സ്പേസ് ബാർ ഉപയോഗിക്കുന്നു. ഇത് തെറ്റാണ്. സ്പേസ് ബാർ അക്ഷരങ്ങൾക്കിടയിൽ സ്ഥലം വിടാനാണ്. അതെ. പോക്കിമോനെ പിടിക്കാൻ പോകുമ്പോൾ വഴി തെറ്റുന്നതുപോലെ ആയത്. നാലാമത്തത്, കമ്പ്യൂട്ടറിന്റെ തലച്ചോറെന്നറിയപ്പെടുന്നത് മോണിറ്ററാണ്. ഇതും തെറ്റാണ്. അപ്പോ 1ഉം 2ഉം ശരിയാണ്. അടുത്ത വരിയിലേക്ക് പോകാൻ എൻ്റർ കീയാണ് ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് CPU ആണ്. ഇനി ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. ചോദ്യം 9. 1857-ലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? പ്രസ്താവന 1. സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. ശരിയാണ്. പ്രസ്താവന 2. സമരം ഔദ്യോഗികമായി ആരംഭിച്ചത് മീററ്റിൽ നിന്നാണ്. ഇതും ശരിയാണ്. പ്രസ്താവന 3. വിപ്ലവകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അതും ശരിയാണ്. നാലാമത്തേത്, റാണി ലക്ഷ്മിഭായിയെ തോൽപ്പിച്ചത് ഹ്യൂ റോസ് ആയിരുന്നു. ഇതും ശരിയാണ്. അപ്പോ ഇവിടെ തന്നിട്ടുള്ള 4 വസ്തുതകളും ശരിയാണ്. അതിനാൽ ഉത്തരം എല്ലാം ശരി എന്നതാണ്. അടുത്തത് ഒരു റാപ്പിഡ് ഫയർ പോലെ 3 പ്രസ്താവനകൾ. പൊതുവിജ്ഞാനം. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവന 1. പെൻഗ്വിനുകൾ പ്രധാനമായും മരുഭൂമികളിലാണ് കാണപ്പെടുന്നത്. ഇത് തെറ്റാണ്. പെൻഗ്വിനുകൾ തണുപ്പുള്ള സ്ഥലത്തല്ലേ? അതെ. പ്രസ്താവന 2. പക്ഷികൾക്ക് ഇമ ചിമ്മാൻ കഴിയില്ല. ഇതും തെറ്റാണ്. പക്ഷികൾക്ക് ഇമ ചുമ്മാൻ സാധിക്കും. പ്രസ്താവന 3. ഒട്ടകപ്പക്ഷിക്ക്
മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയും. ഇത് ശരിയാണ്. വളരെ വേഗത്തിലോടുന്ന പക്ഷിയാണോ ഒട്ടകപ്പക്ഷി? അപ്പോൾ തെറ്റായ പ്രസ്താവനകൾ 1ഉം 2ഉമാണ്. അതെ, പെൻഗ്വിനുകൾ മഞ്ഞുള്ള പ്രദേശത്താണ് കാണപ്പെടുന്നത്.